നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടൊക്കെ ഭയങ്കര വൃത്തിയാക്കി സൂക്ഷിക്കാനും ഭയങ്കര ഓർഗനൈസ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. ഞാനൊരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരു 2 ആഴ്ച വീട്ടിൽ പോയി നിന്ന് ഭയങ്കര ക്ലീനിങ് ഒക്കെ ആയിരുന്നു. എൻ്റെ കുറേ പഴയ ബുക്സും കുറേ ഡ്രസ്സൊക്കെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പ്രോപ്പറായിട്ട് ഡൊണേറ്റ് ചെയ്ത് ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞ് തിരിച്ചു വന്നു. അപ്പം എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ഞങ്ങൾക്കൊരു പൂജാമുറിയുണ്ട്. ഒരു പൂജാ സ്റ്റാൻഡുണ്ട്. വലിയ പൂജാമുറിയാണ്. അപ്പം ഈ ഒരു ക്ലീനിങ്ങിൻ്റെ പാർട്ടായിട്ട് കുറച്ച് പൂജാമുറിയും ഒന്ന് റീഓർഗനൈസ് ചെയ്തു. അപ്പം ഇത് ചെയ്യുന്ന പ്രോസസ്സിൽ കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാനും കുറേ പുതിയ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക്. അപ്പം അത് ഇന്ന് വന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഉള്ള ഇൻട്രസ്റ്റ് കാരണമാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടാക്കി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഒരു പൂജാമുറി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, പൂജാമുറി ഒരു ആർഭാടം ഇല്ലെങ്കിൽ ഒരു അലങ്കാര വസ്തുവല്ല. നമ്മൾ ഒന്ന് പോയി ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് ഭംഗി തോന്നുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് നമ്മൾ പൂജാമുറി എന്താ പറയുക ഓർഗനൈസ് ചെയ്യാൻ നോക്കരുത്. അപ്പം പൂജാമുറിയിൽ പാടില്ലാത്ത ഒരു 5 കാര്യങ്ങളുണ്ട്. നമുക്ക് ആരും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ അറിയാണ്ടും നമ്മൾ ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. അപ്പം ഏറ്റവും ആദ്യത്തെ കാര്യമാണ് നമ്മുടെ മരിച്ചുപോയ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോ പൂജാമുറിയിൽ വയ്ക്കുന്നത്. നമ്മളെല്ലാവരും വിചാരിക്കും ഒരു ഭഗവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് അവരുടെ ഒരു ഫോട്ടോ വയ്ക്കുന്നത്. പക്ഷെ ശരിക്കും ആഗമന ശാസ്ത്രത്തിലും ധർമ്മശാസ്ത്രത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, മരിച്ചുപോയ ആൾക്കാർ, അതായത് പിതൃക്കൾക്ക് വേറൊരു സ്ഥലമാണ് വെച്ചത്. അപ്പം നമ്മൾ ഭഗവാന്റെ വിഗ്രഹങ്ങളും ഫോട്ടോസൊക്കെ വെക്കുന്ന സ്ഥലത്ത് മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോസ് വെക്കാൻ പാടില്ല. നമുക്ക് അവരോട് റെസ്പെക്റ്റ് ഉണ്ട്, അവരോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ ഒരു പീസ്, അതായത് ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ മരിച്ചുപോയ ആൾക്കാരുടെ അടുത്ത് അവരുടെ ഫോട്ടോ നമുക്ക് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഴയ ഓർമ്മകളും പഴയ മെമ്മറീസൊക്കെ ആയിരിക്കും വരുന്നത്. നമ്മൾ അവരുടെ ഫോട്ടോസ് പൂജമുറിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവരോട് കാണിക്കുന്ന റെസ്പെക്റ്റ് പോവുകയല്ല ചെയ്യുന്നത്. പക്ഷേ ആ 2 കാര്യങ്ങളും ചെയ്യുന്ന സമയവും ചെയ്യുന്ന രീതിയും വേറെയാണ്. അപ്പം ഏറ്റവും ആദ്യത്തെ കാര്യമാണ്, നമ്മൾ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോസോ അവരുടെ സാധനങ്ങളോ പൂജാമുറിയിൽ അല്ലെങ്കിൽ പൂജാ സ്റ്റാൻഡിൽ വെക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ പൂജിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അത് വെക്കും. ഒരു ടേപ്പൊക്കെ ഒട്ടിച്ച്, എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ അപ്പൊക്കെ ഫോട്ടോ ഈ കാലണ്ടറിലൊക്കെ വരും, വലിയ ഭഗവാന്മാരുടെ ഫോട്ടോ ഒക്കെ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ആയിരിക്കും. അപ്പം അച്ഛൻ അതിനെ ഫ്രെയിം ചെയ്യിപ്പിച്ചിട്ട് വയ്ക്കും. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റിംഗ് ചെയ്യണ സമയത്ത് അത് ചിലപ്പം പൊട്ടും, ക്രാക്ക് വരും. പിന്നെ അതുമ്മേ ടേപ്പ് പൊട്ടിച്ചിട്ട് പിന്നെയും അത് തിരിച്ചു വെക്കുക ചെയ്യുന്നത്. പക്ഷേ അഗൈൻ ഈ ആഗമനശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, പൊട്ടിപ്പോയ വിഗ്രഹത്തിൽ പോസിറ്റീവ് എനർജി ഇല്ല. പൊട്ടിപ്പോയ ഫോട്ടോ ഫ്രെയിമിലും ഭഗവാന്റെ മൂർത്തികളിലൊന്നും നമുക്ക് തരാനുള്ള ആ ഒരു എനർജി ഇല്ല. അപ്പം നമ്മളത് വെച്ചിട്ട് അതിൽ ഒരു അർത്ഥമില്ല. അപ്പം നമുക്കൊക്കെ പേടിയാവും, പൊട്ടിപ്പോയ ഇത് നമ്മളെങ്ങനെ കളയുക, ഇത്രയും കാലം നമ്മൾ പ്രാർത്ഥിച്ചതല്ലേ, അത് ചെയ്യാൻ പാടുമോ, അത് ദോഷമല്ലേ എന്നൊക്കെ നമുക്കൊരു പേടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ തന്നെ വെക്കുന്നത്, എന്ത് ചെയ്യണം എന്ന് നമുക്കറിയാത്ത കാരണം. അപ്പം ഇതിനെ ഈ പൊട്ടിപ്പോയ വിഗ്രഹങ്ങളും പൊട്ടിപ്പോയ ഫോട്ടോ ഫ്രെയിമും ഇതിനെയൊക്കെ ഡിസ്പോസ് ഓഫ് ചെയ്യാൻ, അതായത് കളയാൻ വേണ്ടി 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
ആദ്യത്തെ കാര്യമാണ് ഇങ്ങനെ ഐഡൽസ് ഒക്കെയാണ്, വിഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ അലിയിച്ച് കളയാം. രണ്ടാമത്തെ രീതിയാണ് ഇപ്പം അലിയാൻ പറ്റാത്ത മെറ്റലിന്റെ സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഗ്ലാസിന്റെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മണ്ണിൽ കുഴിച്ചിടാം. ഇപ്പം എന്നെ പോലെ അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊന്നും അങ്ങനെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പം നമ്മളത് സൂക്ഷിച്ച് മാറ്റി വെക്കുക. എപ്പോഴെങ്കിലും നാട്ടിലൊക്കെ പോകുമ്പം നാട്ടിൽ നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ കുഴിച്ചിടാൻ പറ്റുമോ നോക്കുക. അതും പറ്റിയില്ലെങ്കിൽ നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. മൂടാനും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതും ഒരു ഓപ്ഷനാണ്. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പ്രസാദം, അതായത് നൈവേദ്യം സമർപ്പിക്കുമ്പം ഒരു നേരം സമർപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് നെക്സ്റ്റ് നേരം ആകുമ്പോഴേക്കും അത് എടുക്കണം. അത് പ്രസാദമായിട്ട് പിന്നെ ബാക്കി എല്ലാവർക്കും കൊടുക്കണം. ചില സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പം ഒരു ദിവസം സമർപ്പിച്ച പ്രസാദമൊക്കെ അടുത്ത ദിവസം വരെ അവിടെ വെക്കുക ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ട് പ്രസാദം കൊടുക്കും. ഇല്ലെങ്കിൽ ഇപ്പം അടുത്ത നേരം പ്രസാദം കൊടുത്തില്ലെങ്കിലും അവിടെ ഇരിക്കുന്ന പഴയ ഫുഡ് നമ്മൾ മാറ്റില്ലേ. അങ്ങനെ തന്നെ ഇപ്പം നമ്മൾ ഭഗവാന് സമർപ്പിച്ച പ്രസാദം നൈവേദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത നേരം ആകുമ്പോഴേക്കും മാറ്റണം. പിന്നെ നാലാമത്തെ കാര്യമാണ്, ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് ചെയ്യേണ്ടായിരുന്ന കാര്യമായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം പൂക്കളാണെങ്കിൽ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ നമ്മൾ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ സൈഡിലൊക്കെ നമ്മൾ വയ്ക്കും. അതെപ്പോഴും നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ വെക്കും. ഇപ്പം കൃഷ്ണന്റെ സൈഡിലാണെങ്കിൽ നമ്മൾ ഈ മഞ്ഞ ഫ്ലവേഴ്സ് കിട്ടും. അത് ഇപ്പം വിഷുവിനൊക്കെ നമുക്ക് കണിക്കൊന്ന കിട്ടാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വിഷുവിന് യൂസ് ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ എന്നും ഭഗവാന്റെ സൈഡിൽ ഭംഗിക്ക് വെക്കും. പക്ഷെ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് ഈ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിനൊന്നും ഒരു ലൈഫില്ല, ഒരു അർത്ഥമില്ല. അപ്പം നമ്മൾ അഗൈൻ അത് വയ്ക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. പക്ഷേ അതിന് പകരം നമ്മൾ റിയൽ ഫ്ലവേഴ്സ് വെക്കുവാണെങ്കിൽ അതിനൊരു ലൈഫ് ഉണ്ട്, അതിനൊരു എനർജി ഉണ്ട്, നമുക്ക് തരാൻ അതിൻ്റെ അടുത്തൊരു എനർജി ഉണ്ട്. അപ്പം പറ്റുന്ന അത്രയും നമ്മളെ ഈ അലങ്കാരത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും പിന്നെ ഈ തുണികളൊക്കെ ഞങ്ങൾക്ക് ഈ കർണാടകയിൽ ഒരുപാട് ഫെസ്റ്റിവൽസ് വരുമ്പം ഞങ്ങളുടെ നെയ്ബർ ആൻറ്റി ഞങ്ങൾക്ക് ഒരു പ്രസാദം തരും. പ്രസാദത്തിന് കൂടെ ഒരു തുണി തരും, ഒരു ബ്ലൗസിന്റെ തുണി പോലെ. അപ്പം ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയപ്പം അതെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഈ വരമഹാലക്ഷ്മി ഫെസ്റ്റിവലിന്റെ സമയത്താണ് തന്നെ. അപ്പം ദേവിയുടെ ഫെസ്റ്റിവലാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചെയ്തത് ദേവിയുടെ അടുത്ത് തന്നെ ആ ഒരു പട്ട് വെച്ചു, കുറച്ച് വളയും തന്നെയായിരുന്നു, അതും ഞാൻ അവിടെ വെച്ചു. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് ആൻറ്റി ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴാണ് പറഞ്ഞത്, അയ്യോ ഇതിങ്ങനെ വെക്കാനല്ല തന്നെ, ഇത് നിങ്ങൾ യൂസ് ചെയ്യണം, ഇത് ഭഗവാൻ തന്ന പ്രസാദമാണ്, അത് പൂജിച്ച പ്രസാദമാണ്, യു ഹാവ് ടു യൂസ് ഇറ്റ് എന്ന്. അപ്പോഴാണ് മനസ്സിലായി ഇപ്പം നമുക്ക് കിട്ടിയ പ്രസാദം നമ്മൾ തിരിച്ചു കൊടുക്കണ ആവശ്യമില്ലല്ലോ ഭഗവാന്. അപ്പം അങ്ങനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അത് ഭംഗിയാണ് എന്ന് വിശ്വസിച്ച് നമ്മൾ ചെയ്യും. അതിൻ്റെ ആക്ച്വലി ആവശ്യമില്ല. അപ്പം ഭഗവാൻ അങ്ങനെ ഓൾറെഡി ഭംഗിയുള്ള ഒരാളാണ്. അവർക്കിങ്ങനെ എക്സ്റ്റേണൽ ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊന്നും വേണ്ട. നമ്മളിപ്പം പ്രാർത്ഥിക്കുന്നതും നമ്മൾ വിളക്കൊളുത്തുന്നതും നാമം ചെല്ലുന്നതൊക്കെ അത് നമുക്ക് വേണ്ടിയാ, നമ്മുടെ മെഡിറ്റേഷൻ പ്രോസസ്സാണ്. അപ്പം അത് നമ്മൾ എത്രത്തോളം ക്ലീൻ, എത്രത്തോളം പ്യുവറായിട്ട് സൂക്ഷിക്കുന്നു അത്രത്തോളം നമുക്ക് ഹാപ്പിനെസ് കിട്ടും. പിന്നെ അഞ്ചാമത്തെ കാര്യമാണ്, ഇത് ഭയങ്കരമായിട്ട് ഞാൻ കണ്ട കാര്യമാണ്, എൻ്റെ വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്. പൂജാമുറിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സാധനങ്ങൾ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ചില ആൾക്കാർ അവിടെ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് വെക്കും, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കും. വീടിൻ്റെ പേപ്പേഴ്സ് വെക്കും, വണ്ടിയുടെ പേപ്പേഴ്സ് വെക്കും, വീടിൻ്റെ ചാവി, വണ്ടിയുടെ ചാവി, ചില ആൾക്കാർ സ്വർണം, നമുക്ക് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കും. പക്ഷേ ശരിക്കും അത് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പം
നമ്മുടെ അടുത്ത് ഒന്നും ഇല്ല, നമുക്കിനി ഒന്നും വേണ്ട എന്നുള്ളൊരു സ്റ്റേറ്റിലാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. പക്ഷെ സെയിം നമ്മൾ അവിടെ തന്നെ പൂജാമുറിയിൽ ഒരു ഡ്രോറിൽ ഒരുപാട് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സും നമുക്ക് നമ്മുടെ സ്വർണവും നമ്മുടെ ആഭരണങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മുടെ വിശ്വാസം തന്നെ തെറ്റാണെന്നാണ്. അപ്പം ഒരിക്കലും പൂജാമുറി അല്ലെങ്കിൽ പൂജാ സ്റ്റാൻഡ് ഒരു ലോക്കറായിട്ട് സൂക്ഷിക്കാൻ പാടില്ല. അപ്പം എല്ലാവരും വിചാരിക്കുന്നത് അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം. അൽമാറിയിലൊന്നും വെക്കേണ്ട, പൂജാമുറിയിൽ വെക്കാം. പിന്നിലൊരു സേഫ് ഉണ്ടാക്കി വെക്കും ചില ആൾക്കാര്. അതാണ് ഏറ്റവും സേഫ് എന്ന് പറയും. ചില സമയത്ത് വിഗ്രഹന്റെ അടിയിൽ വെക്കും. പക്ഷെ അതൊക്കെ ഭയങ്കര വലിയ തെറ്റാണ്. അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിൻ്റെ അടുത്ത് നമ്മൾ ആ സാധനങ്ങളൊക്കെ ഭഗവാന് സമർപ്പിക്കുക ചെയ്യുന്നത്. പക്ഷെ പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ അത് എടുക്കാൻ പാടില്ല അല്ലേ. അപ്പം ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഞാൻ തന്നെ ആലോചിക്കാത്ത കാര്യങ്ങളായിരുന്നു. അപ്പം ഇവിടുന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനും എനിക്ക് വീട്ടിലും അമ്മയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റി. അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വിളക്കൊളുത്താൻ പോകുമ്പം ഒന്ന് പൂജാമുറിയൊക്കെ നോക്കൂ. നിങ്ങൾ വിളക്കൊളുത്തുന്ന സ്ഥലം എത്രത്തോളം ക്ലീൻ ആണ്, എത്രത്തോളം പ്യുവർ ആണ് എന്ന് നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.